I wish all my dear students a wonderful day. Today, in this session, we are going to discuss the preamble to the Constitution of India. So, shall we begin? Okay. Preamble to the Constitution of India. On 26 January 1950, India adopted a new constitution and became a sovereign, socialist, democratic republic. For the formulation of the constitution of a state, a constituent assembly is necessary. In 1946, as per the recommendation of the Cabinet Mission Plan, the Constituent Assembly for drafting the Constitution of India was constituted under the chairmanship of Dr. Rajendra Prasad. The drafting committee comprises of 7 members, was chaired by Dr. B.R. Ambedkar. The final draft of the Constitution was presented before the Constituent Assembly on 3rd November 1947. It had 395 articles in 22 parts and 8 schedules. It came into force on 26 January 1950, all over India except Jammu and Kashmir. The makers of Indian Constitution, keeping in mind the need and conditions of India, had borrowed widely from different constitutions of the world, which resulted in the undue criticism that Indian Constitution was a bag of borrowings. In its current form, it has a preamble, 25 parts, with 448 articles, 12 schedules, 5 appendices, and 101 amendments. It is the most comprehensive and the longest written constitution in the world. 26 ജനുവരി 1950 ഇന്ത്യയുടെ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാരമുള്ള ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന പേരിലേക്ക് മാറി. ഒരു രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആവശ്യവും അതിനാൽ തന്നെ ഉണ്ട്. അത്തരം ഒരു ഭരണഘടന ഉണ്ടാകുവാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, a constituent assembly, was formed in 1946. അതിൻ്റെ ചെയർമാനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിയമിതനായി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരുണ്ടായിരുന്നു. അവരുടെ ലീഡറായി അവരോധിക്കപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആ ഡ്രാഫ്റ്റിൽ 22 പാർട്സ് ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും അടങ്ങുന്നതായിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂഷൻ. പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ പുതിയ ഭരണഘടന നിലവിൽ വന്നത്. നിലവിൽ വന്ന അന്ന് മുതൽ പലതരത്തിലുള്ള ക്രിറ്റിസിസംസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനം എ ബാഗ് ഓഫ് ബോറോവിങ്സ് എന്ന് ഭരണഘടനയെ ആളുകൾ വിളിച്ചു. അതൊരു ക്രിറ്റിസിസമായിട്ടാണ് എ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്ന് വിളിച്ചത്. ഒരു കൂട്ടം കടം കൊണ്ട ആശയങ്ങൾ കുത്തി നിറച്ച ഒന്നാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നു പറഞ്ഞത്. 26 ജനുവരി 1950 ഇന്ത്യ ഒട്ടാകെ ഈ ഭരണഘടന നിലവിൽ വന്നു. ജമ്മു കാശ്മീർ ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൻ്റെ ചെയർമാൻഷിപ്പ് നിർവഹിച്ചത്. ഡോക്ടർ ഭീമറാവ് രാംജി അംബേദ്കർ ആയിരുന്നു അതിൻ്റെ ഹെഡായി, അല്ലെങ്കിൽ ആ 7 പേരടങ്ങുന്ന ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർ സ്ഥാനത്ത് അല്ലെങ്കിൽ ലീഡർ എന്ന രീതിയിൽ അതിനെല്ലാം മേൽനോട്ടം വഹിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഇന്നത്തെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിൽ 25 പാർട്സ് ഉണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്. എന്നാൽ ഇന്നത്തെ 2021 ഈ വർഷം കൂടെ നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ
470 ആർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് കണക്ക്. ആൻഡ് വി ഹാവ് 12 ഷെഡ്യൂൾ, 12 ഷെഡ്യൂളുകളുണ്ട്, 5 അപ്പൻഡിസസ് ഉണ്ട്, 101 അമെൻമെൻറ്റ്സും ഉണ്ട്. എന്നാൽ 2021 പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വരെ 104 അമെൻമെൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. എന്താണ് അമെൻമെൻറ്റ്സ്? ഒരു നിയമം അതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ആ നിലവിൽ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള ആ നിയമം അവിടെ തടഞ്ഞുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ നിയമത്തിലേക്ക് അതിനെ മാറ്റുന്നതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? The term preamble means introduction or preface. The tradition of preamble began with the American Constitution. Preamble refers to a very essence of the Constitution. Preamble to the Constitution of India is thus rightly described as the identity card of the Constitution. The preamble assimilates the fundamental values of political, moral, and religious on which the Constitution is built. It manifests the gracious vision, dreams, and aspiration of the founding fathers of the Constitution. K.M. Munshi, a member of the drafting committee, stated that the preamble is the horoscope of our sovereign democratic republic. Another member of the drafting committee, Pandit Thakur Das, rightly remarked that the preamble is the soul of the Constitution. The preamble was amended by the 42nd Constitution Amendment Act 1976, which was added 3 words: socialist, secular, and integrity. The preamble reveals that the Constitution derives its authority from the people of India and set the objectives of the Constitution as justice, liberty, equality, and fraternity. നമ്മൾ തുടക്കത്തിൽ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് പ്രിയാമ്പിൾ എന്ന വാക്കിൻ്റെ അർത്ഥം? പ്രിയാമ്പിൾ എന്നാൽ ആമുഖം എന്നാണ്. ആമുഖം എഴുതുന്ന രീതി അമേരിക്കൻ ഭരണഘടനയുടെ കാലഘട്ടം മുതലാണ് തുടർന്ന് വന്നത്. ഭരണഘടനയുടെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ആമുഖത്തിൽ പറയും. ആമുഖത്തിൽ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബൾക്കി ആയിട്ടുള്ളൊരു ബുക്കാണ്, ഒരു വലിയ ഒരു ബുക്കാണ്. എന്നാൽ അതിൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പ്രിയാമ്പിളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ഭരണഘടനയുടെ ആകത്തുകയായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു പ്രിയാമ്പിളിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭരണഘടനയിലെ ആമുഖത്തിനെ അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ ആ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന നിർമ്മിതമായ രാഷ്ട്രീയ, സന്മാർഗിക, മതപരമായിട്ടുള്ള ആശയങ്ങൾ ഈ ആമുഖത്തിൽ കാണാൻ കഴിയും. ഒരു ഭരണഘടന നിർമ്മിച്ചവരുടെ ദീർഘവീക്ഷണവും സ്വപ്നങ്ങളും ആശയങ്ങളും എല്ലാം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് K.M. മുൻഷി. അദ്ദേഹം പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത് പ്രിയാമ്പിൾ ഈസ് ദ ഹോറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഹൊറോസ്കോപ്പാണ്. വാട്ട് യു മീൻ ബൈ ഹൊറോസ്കോപ്പ്? ഹൊറോസ്കോപ്പ് എന്നാൽ ജാതകമാണ് അല്ലേ? എന്തെല്ലാം സംഭവിക്കും ഭാവിയിൽ എന്നെല്ലാം എഴുതിയിരിക്കുന്ന ഒരു ലിഖിതത്തിനെയാണ് നമ്മൾ ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ? ജാതകം. ഒരു രാജ്യത്തിൻ്റെ ജാതകമാണ് പ്രിയാമ്പിൾ എന്ന് അദ്ദേഹം അവതരിപ്പിച്ചു, K.M. മുൻഷി. പണ്ഡിറ്റ് ടാക്കൂർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രിയാമ്പിൾ ഈസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആത്മാവാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ടാക്കൂർ ദാസ്. The preamble was amended by the 42nd Constitutional Amendment Act 1976, which added 3 words: socialist, secular, and integrity.
അങ്ങനെ അമെൻമെൻറ്റ് ചെയ്തതിൽ നമ്മുടെ പ്രിയാമ്പിളും ഉൾപ്പെടുന്നു. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത വർഷമാണ് 1976. എത്രാമത്തെ അമെൻമെൻറ്റിലാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇറ്റ് ഈസ് ഇൻ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. ആ അമെൻമെൻറ്റിലൂടെ പ്രിയാമ്പിളിലേക്ക് എഴുതി ചേർക്കപ്പെട്ട 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ. Now we will move on to the major text, the preamble of India. I will read the preamble. The Constitution of India. Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political, liberty of thoughts, expression, belief, faith, and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. This is the preamble of the Constitution of India. ഈ പ്രിയാമ്പിൾ കാണുമ്പോൾ തന്നെ അതിലെ ആദ്യ വാക്ക് മുതൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ആദ്യമേ പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കൂട്ടം ഭരണാധികാരികളും തത്വചിന്തകരും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അപ്പോൾ അവർ ഐ എന്നല്ല അവിടെ വെച്ചത്, ഞാൻ എന്നല്ല അവിടെ സംബോധന ചെയ്യുന്നത്. വി, നമ്മളെല്ലാവരും ചേർത്തുകൊണ്ടാണ് അവിടെ ആദ്യത്തെ വാക്കിൽ തന്നെ ഒരു സമഭാവനയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുന്ന ഒരു ചിന്താധാരയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഹാവിങ് solemnly resolved to constitute India, നമ്മളെല്ലാവരും കൂടെ രൂപപ്പെടുത്തുകയാണ്, സഗൗരവം ചിന്തിച്ചതിന് ശേഷം രൂപപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയുള്ള ഇന്ത്യയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. So there are 5 major concepts here: sovereign, socialist, secular, democratic, republic. What do you mean by sovereign? Sovereign means independent of dominion of any other nation. സോവറിൻ എന്നതുകൊണ്ട് പരമാധികാര രാഷ്ട്രം അല്ലെങ്കിൽ പരമാധികാരം എന്നതാണ് സോവറിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് എന്ന് ആദ്യമേ പറയുകയാണ്. അതിനതിൻ്റേതായ ബൗണ്ടറീസ് ഉണ്ട്, അതിനതിൻ്റേതായ ജനങ്ങളുണ്ട്. അങ്ങനെയെല്ലാം അധികാരപ്പെട്ട ഒരു രാജ്യമായി ഭാരതം മാറി. സോവറിൻ. Second term is socialist. What do you mean by socialist? The term was added by the 42nd Amendment in 1976. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 42ാമത്തെ അമെൻമെൻറ്റ് 1976 അമെൻമെൻറ്റിലാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ചേർക്കപ്പെടുന്നത്. സമഭാവനയിൽ സമചിന്തയോടുകൂടി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നത്. The third word is secular. What do you mean by secular? Secular means equality and freedom of all religion. യഥാർത്ഥമായി സെക്യുലർ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു മതത്തിനും
ഒരു മേൽക്കോയ്മയില്ലാത്തത് അല്ലെങ്കിൽ ഒരു മതത്തിനെയും അംഗീകരിക്കാത്തത് എന്ന രീതിയിലാണ് യൂറോപ്യൻ ചിന്താഗതിയിൽ സെക്യുലർ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്കിന് അർത്ഥമായി കൊടുക്കുന്നത് എന്താണ്? എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നത് എന്ന രീതിയിലാണ് സെക്യുലർ എന്ന വാക്ക് പ്രിയാമ്പിളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് സെക്യുലർ എന്ന വാക്ക് ഇവിടെ വരുന്നത്. യൂറോപ്യൻ ചിന്തയിലുള്ള സെക്യുലറിസം അല്ല. ക്ലിയർ? ഇൻ യൂറോപ്യൻ തോട്ട് ഇറ്റ് ഈസ് സെക്യുലറിസം ഈസ് ഈക്വൽ ടു അഥീസം. മതങ്ങളില്ല എന്ന ചിന്തയിൽ നിന്നാണ് സെക്യുലർ എന്ന വാക്ക് വരുന്നതെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന വാക്കിന് അർത്ഥമായി വരുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ്. Now the fourth word, democratic. What do you mean by democratic? A supreme power lies in the people and constitution derives the authority from the people. Democracy are of many kinds: nominal, electoral, substantive, participatory, procedural, parliamentary, and so on. Indian democracy is a parliamentary in its form. ഒരു ഭരണഘടനാ അനുസൃതമായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഭാരതത്തിൽ ഡെമോക്രസി എന്നത് ഒരു കൺസെപ്റ്റായി വരുന്നത്. ജനങ്ങളിൽ നിന്നും ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അധികാരത്തിലുണ്ടാവുക. ആ ഒരു രീതിയിൽ ഒരു പാർലമെൻ്ററി ഫോമിൽ ഉള്ള ഭരണഘടനയാണ് ഇന്ത്യയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. Now the fifth word, republic. What do you mean by republic? The head of the state is elected directly or indirectly for the fixed period and the state does not have any privileged class. എന്തിനാണ് ഒരു റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്? റിപ്പബ്ലിക് എന്നതിൻ്റെ അർത്ഥമായി വരുന്നത് ഒരു രാഷ്ട്രത്തലവൻ, അദ്ദേഹം ആ രാജ്യത്തിലുള്ള വ്യക്തിയായിരിക്കും, അദ്ദേഹത്തെ എലക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും, ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തെ എലക്റ്റ് ചെയ്തുകൊണ്ട് ആ അധികാരത്തിലേക്ക് എത്തിച്ചേർക്കും. അല്ലാതെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു റിലീജിയനിൽപ്പെട്ട വ്യക്തിയോ അങ്ങനെയൊന്നും ഒരു പ്രിവിലേജ് കൊടുക്കാതെ ജനങ്ങൾക്കുള്ളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും ഭരണം കൈയാളുന്നത്. ആ രീതിയിൽ ഭരണം കൈയാളുന്ന ഒരു രാജ്യത്തെയാണ് ഒരു റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് പ്രിയാമ്പിൾ സേസ് ഇന്ത്യ ആസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, democratic republic. Now the next line, justice, social, economic and political. ഈ രാജ്യത്തിൽ നീതി ഏത് രീതിയിലുള്ളതായിരിക്കും? സാമൂഹിക നീതി ഉണ്ടാവും, സോഷ്യൽ ജസ്റ്റിസ്. സാമ്പത്തിക നീതി ഉണ്ടാവും, എക്കണോമിക് ജസ്റ്റിസ്. ആൻഡ് രാഷ്ട്രീയ നീതി, that means political justice. And we have the next line, liberty of thought, expression, belief, faith and worship. What do you mean by liberty? Liberty is the right to freedom of thought, അല്ലേ? ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ പറയുന്നത്. ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം, അല്ലേ? ലിബർട്ടി ഓഫ് തോട്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലിബർട്ടി ഓഫ് ബിലീഫ്, ഏതെങ്കിലും ഒരു വിശ്വാസം സൂക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലിബർട്ടി ഓഫ് ഫെയ്ത്ത്, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ലിബർട്ടി ഇൻ വേർഷിപ്പ്, ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, വിശ്വാസങ്ങൾ സംരക്ഷിക്കുവാൻ, വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുവാൻ, അഭിപ്രായ പ്രകടനങ്ങൾക്ക്, ചിന്തിക്കുന്നതിന്, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇതിനാൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കായി അനുവദിച്ചു കൊടുക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ ഇസ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് among them all. Equality, which means what?
എന്താണ് ഈക്വാളിറ്റി? ദ പ്രൊവിഷൻ ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുക എന്നതാണ് ഈക്വാളിറ്റി എന്നതിൻ്റെ അർത്ഥം. സമത്വം എന്ന് നമ്മൾ പറയും അല്ലേ? ഈക്വാളിറ്റി വിച്ച് മീൻസ് സമത്വം. എങ്ങനെയുള്ള സമത്വമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്? സ്ഥാനങ്ങളുടെയും അവസരങ്ങളുടെയും എല്ലാവരിലും അങ്ങനെയൊരു ചിന്താഗതി വളർത്തുവാനുള്ള ഒരു സമത്വ ഭാവനയാണ് പ്രിയാമ്പിളിലൂടെ ആവിഷ്കരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള അവസരം നൽകണം, എല്ലാവരിലും സമഭാവന ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു ഈക്വാളിറ്റിയെക്കുറിച്ചാണ് പ്രിയാമ്പിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? നൗ ദ നെക്സ്റ്റ് ലൈൻ. ഫ്രറ്റേണിറ്റി assuring the dignity of the individual and the unity and integrity of the nation. What do you mean by fraternity? Fraternity means provision of single citizenship incorporated in the Constitution encourages every citizen to promote the spirit of brotherhood amongst all the people of India. Fraternity means സാഹോദര്യം. ഒരു സാഹോദര്യ മനോഭാവന ഉള്ളവരായിരിക്കണം ഭാരതത്തിലെ ജനങ്ങൾ. അവർക്ക് ഒരേപോലെ സിറ്റിസൺഷിപ്പ് നൽകുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ഒരുപോലെയാണ് പൗരത്വമെല്ലാം ഉള്ളത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരേപോലെ ഭാരതത്തിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതുണ്ട്. അതിലൂടെ ഒരു സാഹോദര്യം ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവനവൻ്റെ ബഹുമാന്യത നിലനിർത്തുവാനും രാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊള്ളുവാനുമുള്ള ഒരു സാഹോദര്യ മനോഭാവം ഉണ്ടാവണം. വാട്ട് യു മീൻ ബൈ ഇൻറ്റഗ്രിറ്റി? യൂണിറ്റി മീൻസ് ഒത്തൊരുമിച്ച് നിൽക്കുക എന്നതാണ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി എന്താണ്? അഖണ്ഡതയാണ്. ഒരു രാജ്യം, ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു ഒന്നായിട്ടുള്ള ഒരു സമഭാവന, അതിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അല്ലേ? രാഷ്ട്രീയ അഖണ്ഡത. യെസ്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അവസാനത്തെ വരിയാണ് അത്. എന്താണ് അവിടെ പറയുന്നത്? ഞങ്ങളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്നും ഇന്ന് 26-ാം തീയതി നവംബർ 1949 ഈ ഭരണഘടന അംഗീകരിക്കുകയും, വിച്ച് മീൻസ് ഹിയർ ബൈ അഡോപ്റ്റ്, ഇത് അംഗീകരിക്കുകയും നിയമമാക്കുകയും, എനാക്ട് മീൻസ് അവിടെ അത് നിയമസാധുതയുള്ളതാക്കുകയും അത് ഞങ്ങൾക്ക് തന്നെ തരികയും ചെയ്യുന്നു. And give to ourselves this constitution. This is the preamble of Indian Constitution. Once again we will read. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. And this is the preamble of Constitution of India. And I have added a Malayalam version of the preamble. preamble-ന്റെ ആമുഖത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന തലക്കെട്ടോടുകൂടി അതിൻ്റെ മലയാള വേർഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര
സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയ്ക്കുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. And this is the preamble of Indian Constitution. I hope the concepts are clear. Thank you.